വടക്കേക്കരയിൽ ജീവിതം തന്നെ വെള്ളത്തിൽ മുങ്ങിയിരിക്കുന്ന ഒരു ദ്വീപ് സത്താർ ഐലൻഡ്. 100-ലേറെ കുടുംബങ്ങൾ ഓരോ ദിവസവും ദുരിതത്തെ തള്ളി നീക്കി ജീവനോടെ നിലകൊള്ളുമ്പോൾ ഇപ്പോൾ ദ്വീപിനെ തന്നെ ഇല്ലാതാക്കാനുള്ള ഭീഷണിയാണ് ഉയരുന്നത്. ദേശീയപാത നിർമ്മാണവുമായി ബന്ധപ്പെട്ട ഡ്രഡ്ജിംഗ് പ്രവർത്തനങ്ങൾ ദ്വീപിന്റെ നിലനിൽപ്പ് തന്നെ ഭീഷണിയാകുമെന്ന ആരോപണവുമായി പ്രദേശവാസികൾ രംഗത്തെത്തിയിരിക്കുകയാണ്. വടക്കേക്കരയിലെ സത്താർ ഐലൻഡ് 100-ലേറെ കുടുംബങ്ങൾ വർഷങ്ങളായി ദുരിത ജീവിതം സഹിച്ചുകൊണ്ടിരിക്കുന്ന ദ്വീപ്. ഒരേ സമയം ഇരുചക്ര വാഹനങ്ങൾക്ക് കടന്നുപോകാൻ സാധിക്കുന്ന പാലമാണ് ഈ ദ്വീപിലുള്ള അനേകം മനുഷ്യരുടെ ഗതാഗത സംവിധാനം. ആശുപത്രിയിൽ അടക്കം പോകുന്നത് ഏതു നിമിഷവും തകർന്നു വീഴാവുന്ന ഈ പാലത്തിലൂടെയാണ്. പല മാസങ്ങളിലും കടൽവെള്ളം ദ്വീപിലേക്ക് കയറും. കുരുന്നുകളടക്കമുള്ള വിദ്യാർത്ഥികൾക്കും പ്രായമായവർക്കും ഇതൊക്കെ അവരുടെ ജീവിത ശൈലിയായി മാറിക്കഴിഞ്ഞു. വാഗ്ദാനങ്ങൾ നൽകിയ ജനപ്രതിനിധികൾ അനവധി, പക്ഷേ മാറ്റമൊന്നുമില്ല. അതിലും അതിശയകരം, ദ്വീപിലുള്ളവർക്ക് ആരോടും പരിഭവമില്ല. ഇന്നല്ലെങ്കിൽ നാളെ പരിഹാരം കിട്ടുമെന്ന വിശ്വാസം മാത്രമാണ് അവരെ മുന്നോട്ട് നയിക്കുന്നത്. എങ്കിലും ഇപ്പോൾ ദ്വീപിന്റെ നിലനിൽപ്പിന് തന്നെ ഭീഷണി ഉയർത്തുന്ന ഡ്രഡ്ജിംഗ് ജോലികൾ നിവാസികളെ ആശങ്കയിലാഴ്ത്തുകയാണ്. ഇപ്പോൾ ഈ ഡ്രഡ്ജ് ചെയ്യണത് നമ്മുടെ തൃശ്ശൂർ ജില്ലക്കാണ് അതിൻ്റെ സാങ്ഷൻ കൊടുത്തിട്ടുള്ള നമ്മളുടെ അറിവിലുള്ളത്. ഇപ്പോൾ അവർ രാത്രി കാലഘട്ടങ്ങളിൽ ഇങ്ങോട്ട് നീക്കിയിട്ടിട്ട് ഞങ്ങളുടെ തീരത്തോടടുത്ത് ഡ്രഡ്ജ് ചെയ്യണം. അപ്പോൾ ഇത്രയും ആഴത്തിൽ, ഇതിൻ്റെ ആഴം എത്രത്തോളം ആഴത്തിലടിക്കാമെന്ന് ഗവൺമെൻറ് നോക്കാനൊന്നും ആളില്ല. അപ്പോൾ അവർക്ക് ഇഷ്ടമുള്ള രീതിയിൽ അടിച്ചാൽ കൊണ്ടുപോകണം. അപ്പോൾ ഞങ്ങൾക്ക് ഇവിടെ ഒരു സംരക്ഷണ ഭിത്തിയില്ല. ശരിക്കും പറയുകയാണെങ്കിൽ ഇത്തരത്തിലുള്ള മണ്ണ് ഡ്രഡ്ജ് ചെയ്യണ സമയത്ത് തീരപ്രദേശങ്ങളിലുള്ള ആ ചിറകളൊക്കെ ചിറകെട്ടി സംരക്ഷിക്കേണ്ട ഒരു ഉത്തരവാദിത്തം അവരെയാണ്. നല്ല പാലം, വാഹനം വരാവുന്ന യോഗ്യമായ ഒരു പാലവും നമുക്ക് ഒരു റോഡും ചുറ്റും റോഡും ഈ സംരക്ഷണ ഭിത്തിയും ചുറ്റും കെട്ടണമെന്നുള്ളതാണ്. ഒന്നിച്ച് കെട്ടാൻ പറ്റില്ല, ഘട്ടം ഘട്ടമായിട്ട് അത് കെട്ടണം എന്നുള്ളതാണ് നമ്മുടെ ആഗ്രഹം. ദേശീയപാത നിർമ്മാണത്തിന് വേണ്ടിയുള്ള മണ്ണെടുക്കൽ ദ്വീപിന്റെ വളരെ അടുത്തായാണ് നടക്കുന്നതെന്ന് പ്രദേശവാസികൾ ആരോപിക്കുന്നു. സംരക്ഷണ ഭിത്തി ഒന്നുമില്ലാത്ത സത്താർ ഐലൻഡ് ഇത്തരത്തിൽ ഡ്രഡ്ജിംഗ് തുടരുകയാണെങ്കിൽ പുഴയായി മാറും. വീടുകൾ തന്നെ പുഴയിലേക്ക് ഇടിഞ്ഞു പോകും എന്നതാണ് ഭീഷണി. എത്രയും പെട്ടെന്ന് ജനപ്രതിനിധികളും ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരും ഇടപെട്ടില്ലെങ്കിൽ ദ്വീപും ദ്വീപിലെ ജീവിതവും വെള്ളത്തിലാകാനാണ് സാധ്യത. എറണാകുളം ജില്ലയിൽ നിന്ന് ഇവർക്ക് ഒരു അനുകൂല്യം കൊടുത്തിട്ടില്ലെന്നാണ് ഞങ്ങൾക്ക് അറിയാൻ കഴിഞ്ഞത്. അവർ രാത്രി കാലങ്ങളിൽ ഒരു ആ തീരത്തോട്ട് അടുത്തിട്ടാണ് ഒരു മാസത്തോളമായിട്ട് 2 ട്രെച്ചറിട്ടുകൊണ്ടും അടിച്ചുകൊണ്ടിരിക്കുക. ഈ ദ്വീപ് ഒലിച്ചു പോകും. ഒന്നാമത്തെ 4 വശവും വെള്ളത്താൽ ഈ വെള്ളം മാത്രം കയറിക്കൊണ്ടിരിക്കുമ്പോൾ ചിറകളൊന്നുമില്ലാതെ നിൽക്കുന്ന ഒരു ഇതാണ്. 2004 മുതൽ ഞങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ദുരിതമാണ്. ആശുപത്രിയിൽ പോകണമെങ്കിൽ എടുത്താണ് കൊണ്ടുപോകണത്, അല്ലെങ്കിൽ കൈവണ്ടിക്ക് ഉന്തിയാണ് കൊണ്ടുവന്ന് അക്കരെ ചെന്നിട്ട് വേണം ഒരു ഓട്ടോറിക്ഷയിൽ പോകണമെങ്കിൽ. പക്ഷെ ഇതിങ്ങനെ പോയി കഴിഞ്ഞാൽ ചിറ മുഴുവനും ഞങ്ങളുടെ വീട് മല്ല പോകും. ഇപ്പം ഈ വെള്ളം കയറില്ല തന്നെ. ഈ അടുക്കളയിലൊക്കെ ഞങ്ങൾക്ക് കട്ടൻ ചായ അർപ്പിച്ച് കുടിക്കണമെങ്കിലും വെള്ളം കോരിക്കളഞ്ഞിട്ടാണ് ഈ വെള്ളത്തിന് ഞങ്ങൾ കയറണത്. അത് ഭയങ്കര പറയാൻ പറ്റില്ല. നമുക്ക് അത്ര അവസ്ഥയിലാണ് നമ്മൾ ജീവിക്കണത്. ന്യൂസ് ബ്യൂറോ, പറവൂർ. ആദ്യ കാഴ്ചയിൽ നിങ്ങളുടെ മനസ്സിൽ പതിയുന്ന ലൈറ്റ് വെയ്റ്റ് സ്വർണ്ണാഭരണങ്ങളുടെ വൈവിധ്യമാർന്ന കളക്ഷൻസ്. 250 മില്ലി മുതലുള്ള കുട്ടിവളകൾ, 1.5 ഗ്രാമിൽ തുടങ്ങുന്ന മാലകൾ, 2 ഗ്രാം മുതലുള്ള വലിയ വളകൾ. അലീന ഗോൾഡൻ ഡയമണ്ട്സ്.